തന്റെ സ്വതസിദ്ധമായ നിഷ്കളങ്കമായ പുഞ്ചിരി കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കീഴടക്കിയ പിതാവ് അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വമാർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. ആകാശം അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. വഴിയൊരുക്കാൻ കാരണക്കാരനാകുന്നത് ഞങ്ങൾ സന്തോഷിക്കാൻ പാടില്ല. പിതാവേ, ഈ ദിവസം ദൈവം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ മുമ്പിലെ ഒരുപാട് നമുക്കറിയാവുന്നതുപോലെ പിതാവിൻ്റെ ഈ നിയമനത്തിൽ വളരെയേറെ ബഹുമാനവും ആദരവും സഭയ്ക്കും അദ്ദേഹത്തിന് നൽകി. ഇതെല്ലാം വളരെയേറെ
സന്തോഷകരമായിട്ടുള്ള വസ്തുതകളാണ്. നമ്മുടെ സഭ ആദ്യം മുതലേ ദൈവത്തിൻ്റെ കൃപയാൽ പ്രേക്ഷിതയായിരുന്നു. 15 നൂറ്റാണ്ടുകളിൽ നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭയുടെ കീഴിലായിരുന്നു എന്ന് വരികയും, അല്ലെങ്കിൽ ആ സഭയുടെ പിതാക്കന്മാരാണ് നമ്മളെ നയിച്ചിരുന്നത് എന്ന് വരികയും, ആ നൂറ്റാണ്ടുകളിലും നമ്മുടെ സഭ പ്രേക്ഷിതയായിരുന്നു. അവിടെ നിന്ന് വന്ന മിഷണറിമാരും നമ്മുടെ മിഷണറിമാർ ഉൾപ്പെടെയായിരിക്കണം ചൈനാവരെയും പ്രേക്ഷിത പ്രവർത്തനം നടത്തി കർത്താവിൻ്റെ സന്ദേശം അറിയിച്ചതായിട്ട് ചരിത്രരേഖകളിൽ നിന്ന് പുറത്തു വരികയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ റോമിലെ സീറോ മലബാർ സമൂഹത്തെ കാണുന്നതിനുള്ള ഒരു സന്തോഷം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ദൈവത്തിനാണ് പിതാവിന് അനുമോദനങ്ങൾ നൽകുന്നതിൽ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും പിതാവിനോടൊപ്പം എല്ലാവരും ആശംസകൾ നേരുകയും ചെയ്യുന്നു. അഭ്യുദയം പൂക്കാട്ട് പിതാവ് എൻ്റെ കണക്കുകളിൽ വത്തിക്കാനിൽ തന്നെയായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാകുമ്പോൾ റോമിൽ അദ്ദേഹത്തിന് ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷം. പൗരോഹിത്യ സ്വീകരണവേളയിൽ നമ്മളൊക്കെ കേട്ട് കാണിച്ച ഒരു ഹൃദയസ്പർശിയായ ഗാനമാണ്. ഞാൻ പാടാൻ കുറച്ച് അധികം പിടിക്കുകയായിരുന്നു, പാടുന്നില്ല. അതിപ്രകാരമാണ്: എത്ര സമൂഹം ഇന്ന് പുരോഹിത നീ പരമേത വിശിഷ്ട സ്ഥാനം. Kardinalമാർ ജോർജ് കോപ്പട്ട് പിതാവേ, കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, ആദരണീയനായ ആലഞ്ചേരി പിതാവ്, പ്രിയമുള്ള ആദരണീയ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദ്യരെ, സിസ്റ്റേഴ്സ്, സെമിനാരിക്കാരായിട്ട് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ജെറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്കുള്ള വഴി എൻ്റെ വീട്ടുമുറ്റത്തൂടെയാണ്, എൻ്റെ മുറിയിലൂടെയാണ്, എൻ്റെ ഓഫീസിലൂടെയാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഉത്തരവാദിത്വം നമുക്കാണ്. നമുക്കെല്ലാം കൊടുത്ത് ദർശിക്കാനും പറ്റില്ല. പക്ഷേ ആ ജീവിതത്തിൽ ഉത്തരവാദിത്വം നമ്മൾ പറ്റുന്ന രീതിയിൽ ഏറ്റെടുത്ത് അവരുടെ അനുഗ്രഹം മേടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് എൻ്റെ വലിയ വിശ്വാസം. അതുകൊണ്ട് ഇപ്രകാരം ഒരുമിച്ചുകൂടി എന്നെ അനുഗ്രഹിക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഞാൻ നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എന്നും ഉണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ മാതൃക എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് കർദിനാൾമാരോട് പറഞ്ഞ അവസരത്തിൽ പറഞ്ഞത് വിനയത്തോടുകൂടി, വിസ്മയത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ഈശോയുടെ പാതയിൽ സഞ്ചരിക്കാനാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടുകൂടി സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വിശുദ്ധ പാതയിൽ കൊണ്ടുപോകാനുള്ള കടയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും അനുഗ്രഹവും യാചിക്കുകയും ഒരിക്കൽ കൂടി ഇതൊരുക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായ മുഴുവനായിട്ട് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ദൈവം എല്ലാവരും സംസാരിക്കും. പാവപ്പെട്ടവരോട് വലിയൊരു സ്നേഹം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്, എല്ലാവർക്കും അഭിമാന മനസ്സ്, സഭയുടെ പേര് സ്വന്തമേഖലയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് പിതാവെ, പിതാവിന് ആയുരാരോഗ്യവും സന്തോഷവും ദൈവത്തെയും ധാരാളമായിട്ട് ഈ സഭാ സമൂഹം ഒന്നു ചേർന്ന് നേരുകയാണ്. നമുക്ക് ശക്തമായിട്ട് കാര്യങ്ങൾ
വളരെയേറെ വർഷമായി ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ ഭാഗ്യത്തിന് ഒക്ടോബർ 23 പാപ്പ ഒപ്പുവെച്ചു. അത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഓർക്കാട്ടച്ഛനെ ഡിസംബർ 7 സഭയുടെ കർദിനാളായി ഉയർത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ്. ആ